ഇന്ന് ഓശാന ഞായർ. സമാധാന രാജാവായി കഴുതപ്പുറത്ത് ജെറുസലേമിന്റെ നഗരവീതിയിലൂടെ കടന്നു വന്ന ഒരു രാജാവിന്റെ തിരുനാൾ, ക്രിസ്തു എന്ന രാജാവ്. ഓർക്കണം, എല്ലാ രാജാക്കന്മാർക്കും ശിരസിൽ കനകകിരീടമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ശിരസിൽ മുൾക്കിരീടമാണ്. അവന്റെ അധികാരദണ്ഡ് 5 ആഴമുള്ള മുറിവാണ്. അവന്റെ സിംഹാസനം മരക്കുരിശാണ്. എല്ലാ രാജാക്കന്മാരും കൊട്ടാരത്തിൽ പിറന്നു വിടുമ്പോൾ അവൻ പിറന്നത് കാലി തൊഴുതിലാണ്. ഈ ഭൂമിയിൽ സ്വന്തമായി ഒന്നുമില്ലാതെ പോയവൻ, മരിച്ചപ്പോൾ പോലും അന്യന്റെ കുഴിമാടത്തിൽ അടക്കം ചെയ്യപ്പെട്ടവൻ. എന്നിട്ടും അവൻ നമ്മുടെ രാജാവായി സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ കീഴടക്കുന്നവനായി മാറി. ഈ ലോകത്തിലെ രാജാക്കന്മാരുടെ പ്രതീകമായി പീലാത്തോസ് അവന് മരണശിക്ഷ വിധിക്കുന്നുണ്ട്. സ്വന്തം അധികാരം കാത്തു സൂക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ ഏറ്റവും നിഷ്കളങ്കനെ മരണശിക്ഷയ കുരിശുമരണമാണ് വിധിക്കുന്നത്. എന്നാൽ അവന്റെ മുമ്പിൽ ബന്ധനസ്ഥാൻ എന്ന ക്രിസ്തുവാറായി മാറി. ആ കുരിശ് സ്വന്തം ആത്മാവിനെ ദൈവകരങ്ങൾ സമർപ്പിച്ച് മരിച്ചു. അതോടെ ക്രിസ്തു ചരിത്രത്തെ 2 മുറിച്ചു, AD BC-യുമായി. അവന് മരണശിക്ഷ വിധിച്ച് പീലാത്തോസ് ആകട്ടെ ചരിത്രത്തിൽ എന്നേക്കുമായി ഇല്ലാതെയായി. ഈ ക്രിസ്തുവിനെയാണ് നാം സ്നേഹിക്കുന്നത്. അവന്റെ കൽപ്പനകളാണ് നാം പാലിക്കേണ്ടത്. ഓർക്കുക, ഒരു പേർഷ്യൻ കഥ. കിഴക്കിൽ നിന്നും പറന്നു വരുന്ന മനോഹരമായ ഒരു പക്ഷി. അതിന്റെ ചിറകിന്റെ നിഴൽ പതിഞ്ഞാൽ സൗഭാഗ്യം കിട്ടുമെന്ന് പേർഷ്യക്കാർ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം രാജാവും പ്രജകളും ഒരു തീർത്ഥയാത്രയിലാണ് മരുഭൂമിയിലൂടെ. പെട്ടെന്ന് അവർ കാണുകയാ, കിഴക്കിൽ നിന്നും വർണ്ണച്ചിറകുള്ള ആ പക്ഷി പറന്നു പോകുന്നു. അത് കണ്ടതും പിന്നാലെ വന്ന എല്ലാ ദാസന്മാരും ആ പക്ഷിയുടെ നിഴലിന്റെ പിന്നാലെ പോവുകയാണ് സൗഭാഗ്യം കിട്ടാൻ. ഒട്ടുമിക്ക പേരും പോയി. അവസാനം രാജാവും ഒരു പ്രജയും മാത്രം ശേഷിച്ചു. അപ്പൊ രാജാവ് ചോദിക്കുന്നുണ്ട്, നിനക്കും പോകണ്ടേ ഈ സൗഭാഗ്യത്തിന്റെ പിന്നാലെ, ഈ പക്ഷിയുടെ നിഴലിന്റെ പിന്നാലെ? അപ്പോൾ ആ ഭൃത്യൻ സൗമ്യമായിട്ട് പറയുകയാണ്, എന്റെ രാജാവിന്റെ സാന്നിധ്യമുള്ളപ്പോൾ എന്തിനാണ് ഈ ലോകത്തിന്റെ സൗഭാഗ്യത്തിന്റെ പിന്നാലെ പോകുന്നത്? എന്റെ രാജാവ് തന്നെയാണ് എന്റെ സൗഭാഗ്യം. ഇന്ന് ലോകത്തിലെ മനുഷ്യർ ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളുടെ പിന്നാലെ, അധികാരത്തിന്റെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് പോകാനാകില്ല. നമുക്കൊരു രാജാവേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. കാൽവരിയിൽ നമുക്ക് വേണ്ടി അവസാനത്തെ രക്തത്തുള്ളി പോലും ഒഴുക്കിയ, നമ്മുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് കീഴടക്കിയ രാജാവ്. അവനെ നമുക്ക് വാഴ്ത്താം, അവന്റെ കൽപ്പന നമുക്ക് പാലിക്കാം. അതെ, ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് അവിടെ നിന്ന് കടന്നു വന്നത് ജെറുസലേമിന്റെ നഗരവീതിയിലേക്ക് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് കൂടിയാണ്. നോക്കുക, കുരിശിന്റെ മുകളിൽ ആ വാചകമുണ്ട്, ഇവൻ യൂദന്മാരുടെ രാജാവായ നസറുകാരനായി